ശാന്തി. ജീവിതത്തിൽ ഭഗവാൻ എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ നമുക്ക് തന്നിരിക്കുന്നത്, അതിനോടെല്ലാം നമ്മൾ നന്ദി പറയുമ്പോൾ, ആരൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അവരോടെല്ലാം നന്ദി പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി അത് വളരെ ഹൈയാണ്. അത് നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ്. ആ എനർജീനെ ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വി ആർ വാട്ട് വി തിങ്ക് വി ആർ. നമ്മളെന്ന് പറയുന്നത് നമ്മൾ എന്താണെന്നാണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അഥവാ നമ്മൾ എന്താണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളെന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അയ്യോ ഞാൻ ഇപ്പോൾ സംഭവിക്കുന്നു വിചാരിച്ചേ ഉള്ളൂ, അതന്നെ സംഭവിച്ചു പോയി. അത് അരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, പക്ഷെ അത് തന്നെ സംഭവിച്ചു പോയി. ഇവരിൽ നിന്നൊക്കെയാണ് എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നേ, പക്ഷെ അവരും തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. ഇങ്ങനെയൊക്കെ ഒരുപാട് വിലാപങ്ങൾ ജീവിതത്തിൽ പലവരുടെ മുഖത്തു നിന്നും സിസ്റ്റർ കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? നമ്മൾക്കെല്ലാവർക്കും ആഗ്രഹം വളരെ സക്സസ്ഫുള്ളായിരിക്കണം, ഹാപ്പിയസ്റ്റ് ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം, ഹാർമോണിയസ് ആയിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും എന്തിനെക്കുറിച്ചായിരിക്കും? നമുക്ക് കിട്ടിയ സക്സസ്സുകളെക്കുറിച്ച്, വിജയത്തെക്കുറിച്ചല്ല നമ്മൾ അധികം ചിന്തിക്കുക. 99 ഗുണവും ഒരു കുറവും ഉണ്ടെങ്കിൽ ആ കുറവിനെക്കുറിച്ചായിരിക്കും നമ്മുടെ മനസ്സ് ആവലാതിപ്പെടുന്നുണ്ടാവുക. എന്തെങ്കിലും ഒരു ചെറിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക. എവിടെയാണോ നമ്മുടെ മനസ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്യുകയും അത് നമ്മളിലേക്ക് ഒഴുകിയെത്തുകയും അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് എന്താണോ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് വേണം ചിന്തിക്കാൻ. ഈ സമയം നിങ്ങൾക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ചെറിയ സ്വഭാവം സിസ്റ്റർ പറഞ്ഞു തരാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു പാവമാണ്. അതിന് തെറ്റും ശരിയും പോലും തിരിച്ചറിയാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ വിചാരിക്കുന്ന ശബ്ദങ്ങളൊക്കെ അതേപടി അതങ്ങ് സ്വീകരിച്ചു പോകും. ഇത് കുറച്ചുകൂടി വ്യക്തമാക്കി തരാൻ ചെറിയൊരു ഉദാഹരണം പറയുകയാണ്. നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കോഴിക്കോട് കടൽ തീരത്ത് ബീച്ചിൽ നിൽക്കുകയാണ്. കാലുമേ പതുക്കെ വന്ന് തിരമാലകൾ അടിക്കുന്നുണ്ട്. പരന്ന് കിടക്കുന്ന കടൽ നമുക്ക് മനസ്സിന് ഒരുപാട് സുഖം നൽകുന്നുണ്ട്. കടലിൽ നിന്ന് വരുന്ന ആ ഉപ്പുകാറ്റടങ്ങിയ വെള്ളം നമ്മുടെ മുഖത്തുകൂടെ പോകുമ്പോൾ ആ ജലബാഷ്പങ്ങളൊക്കെ വായിലാകുമ്പോൾ ആ ഉപ്പ് അനുഭവം ആവുന്നുണ്ട്. നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പാറുന്നുണ്ട്. ആ കാറ്റിൽ കുളിച്ച് കാലിൽ വെള്ളം പതിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്ഥിതി, അതൊരു മനോവസ്ഥ, ഒരു ഫീലിംഗ് ഇപ്പോൾ നിങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ബീച്ചിലെത്തിയിട്ടുണ്ടാവും. ഇനി വേറൊരു കാര്യം, നിങ്ങൾ കുരങ്ങനെ ഓർമ്മിക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ഓർമ്മ വന്നേ? കുരങ്ങിനെ ഓർമ്മ വന്നു. കാരണം കുരങ്ങിനെ ഓർമ്മിക്കരുത് എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. പക്ഷെ അരുത് എന്ന ശബ്ദം സബ് കോൺഷ്യസ് മൈൻഡിന് അറിഞ്ഞൂടാ. അപ്പോൾ കുരങ്ങ് എന്നത് കേട്ടു, അരുത് എന്നത് കേട്ടില്ല. അതുകൊണ്ട് കുരങ്ങിനെ ഓർമ്മിച്ചു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ തോൽവികളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വീണ്ടും ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവ വികാസം. ഞാൻ പരീക്ഷയിൽ തോൽക്കൂ എന്ന് ഭയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാനോട് പരീക്ഷയിൽ തോൽക്കരുതേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കുന്നത്, ചിത്രം ഉണ്ടാക്കുന്നത് തോറ്റതിൻ്റെ ചിത്രമാണ്. അരുത് എന്നതിന് അറിഞ്ഞൂടാ. അപ്പോൾ തോൽക്കുക, അല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടുക, ഈ ഫീലിംഗ് എന്ത് ചിത്രമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക? അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാക്കുക. തുടർച്ചയായിട്ട് റിസൾട്ട് എന്തായിരിക്കും? തോൽവി, നഷ്ടം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നഷ്ടങ്ങളിലല്ല, നമ്മുടെ ഇല്ലായ്മകളിലല്ല, കുറവുകളിലല്ല. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഈശ്വരൻ തന്നിട്ടുണ്ട് അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒരു നോട്ട്ബുക്ക് എടുത്ത് ഒരു സൈഡിൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതെല്ലാം ലിസ്റ്റാക്കുക. മറ്റൊരു സൈഡിൽ എന്തെല്ലാം നമുക്ക് ഇല്ലായ്മകളുണ്ട്, അല്ലെങ്കിൽ വിഷമങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്കത് ഭഗവാനിൽ നിന്ന് കിട്ടാത്തതായത്, അല്ലെങ്കിൽ നഷ്ടമുള്ളത്, നമ്മളെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഇട്ട് നോക്കുക. എന്തായാലും നിങ്ങൾ രണ്ടിൻ്റെയും ലിസ്റ്റ് ഇട്ട് നോക്കുകയാണെങ്കിൽ കാണാം നമുക്കില്ലാത്തത് നമ്മുടെ ദുഃഖത്തിൻ്റെ ലിസ്റ്റിൻ്റെ ഒരു 100 ഇരട്ടി ലിസ്റ്റ് ഉണ്ടായിരിക്കും നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതിൻ്റെ ലിസ്റ്റ്. അതുകൊണ്ട് ഈശ്വരൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ലിസ്റ്റിനെ നിങ്ങൾ ഒന്നാമത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് രാവിലെ നിങ്ങളെല്ലാവരും ഉറക്കം തീർന്ന് കണ്ണു തുറന്ന് ഉണർന്നിരിക്കുന്നു.
ഒരു പ്രഭാതം കൂടി ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്നു. എത്ര ആളുകളാണ് ഉറങ്ങിയതിന് ശേഷം ഉണരാതെ കിടക്കുന്നവർ, എത്ര ആളുകളാണ് ഉണർന്നാലും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ. അപ്പോൾ നമ്മൾ അത്തരം ആളുകളിൽ നിന്ന് നമ്മളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യശാലികളാണ്. നമുക്ക് എഴുന്നേൽക്കാനും വീണ്ടും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒരു ദിവസം കൂടി ഭഗവാൻ നമുക്ക് ഗിഫ്റ്റായി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നല്ല ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു, ഞാൻ ഉണർന്നിരിക്കുന്നു, എനിക്ക് ഇന്നും ഭഗവാൻ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജവും സാഹചര്യവും തന്നിരിക്കുന്നു. നന്ദി ഭഗവാനേ. നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല, വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതിന് നന്ദി പറയാതിരിക്കുമ്പോൾ, ഭഗവാനോടുള്ള ആ ഒരു നന്ദി സമർപ്പിക്കാതിരിക്കുമ്പോൾ നമുക്കത് സാധാരണയായി തോന്നും. അതിൽ നിന്ന് കിട്ടേണ്ട ഊർജ്ജം നമുക്ക് കിട്ടില്ല. ഇതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും ആഹാരം ഉണ്ടാവുമല്ലോ അല്ലേ? എന്തൊരു ഭാഗ്യമാണ് നമുക്ക് രുചികരമായി നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആഹാരം കഴിക്കാൻ നമുക്ക് സാധിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഈ ലോകത്തിൽ എത്രയോ ആളുകൾ മനസ്സമാധാനത്തോടെ ആഹാരം കഴിക്കാൻ പറ്റാത്തവർ കുറേ പേര്, ആഹാരമില്ലാതെ ദുഃഖവും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ആളുകൾ കുറേ പേര്. അപ്പോൾ ഈശ്വരൻ നമുക്ക് ഈ ലോകത്ത് ദിവസവും ആഹാരം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോടുള്ള നന്ദി നമുക്ക് എത്രയാ ഭഗവാനോട് പറഞ്ഞാൽ മതിയാവുക. ഉള്ള സമയത്ത് നമുക്കതിൻ്റെ വില അറിയില്ല, ഇല്ലാതിരിക്കുമ്പോഴാണ് അതിൻ്റെ വില അറിയുക. അതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ ആഹാരം ഉള്ളത്, ഉത്സാഹത്തോടെ ഉണർവോടെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴാണോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്, അതിനൊക്കെ ഭഗവാനോട് നന്ദി പറയണം. എത്ര കൂടുതൽ നമ്മൾ നന്ദി പറയുന്നു അത്രയും കൂടുതൽ നമുക്കതിനെ അത് വികസിക്കാനായിട്ട് ആരംഭിക്കും. കാരണം ഭഗവാൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ. നമ്മുടെ ഒരു കൈ ആരെങ്കിലും ചോദിക്കുകയാണ്, നിൻ്റെ ഒരു കൈ വെട്ടിത്തരും, ഞങ്ങൾക്ക് 50 ലക്ഷം തരാം, കൊടുക്കാൻ നമ്മൾ തയ്യാറാവോ? എന്തുകൊണ്ട് തയ്യാറാവില്ല? ആ 50 ലക്ഷം കൊണ്ട് നമ്മുടെ കയ്യിൻ്റെ വില നമുക്കാവില്ല. അല്ലെങ്കിൽ 2 കൈയും വെട്ടിത്തരും, 2 കാലും എനിക്ക് വെട്ടിത്തരൂ, ഞാൻ നിനക്കൊരു 10 കോടി തരാം. ആ 10 കോടി കൊണ്ട് നമ്മളെന്ത് ചെയ്യാൻ? നമ്മുടെ കൈയും കാലും ഒരുത്തൊന്നും വാങ്ങാൻ പോലും കിട്ടില്ല. അത്ര കോടി വില മതിക്കുന്ന ഈ ശരീരം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റാണ്. ഭഗവാൻ തന്നിരിക്കുന്ന ഈ ഗിഫ്റ്റിൻ്റെ വില നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ സാധാരണമാക്കി ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, എന്തെങ്കിലും കുറച്ച് പൈസ നഷ്ടം വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പിണങ്ങി, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, ഇതിനൊക്കെ വലുതായി പറഞ്ഞുകൊണ്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് ആ സങ്കടത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മറിച്ച് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ അളവറ്റ സൗഭാഗ്യങ്ങൾ, ഇതേതൊക്കെ സൗഭാഗ്യങ്ങളാണോ അതിന് ഓരോന്ന് കൗണ്ട് ചെയ്ത് ഈശ്വരനോട് നന്ദി പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം വളരെയധികം അളവറ്റതായി തീരും. ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെല്ലാവരും താമസിക്കുന്നത് സ്വന്തം വീടുകളിലായിരിക്കും. തലയ്ക്ക് മീതെ ഒരു മേൽക്കൂര എല്ലാവർക്കും ഉണ്ടായിരിക്കും. എത്ര സൗഭാഗ്യശാലികളാണ്! ഒരു വീടില്ലാതെ ഉറങ്ങുന്നവർ, വീട് വാങ്ങാൻ കഴിയാതെ റോഡിൽ അലയുന്നവർ എത്ര ആളുകളുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെ മുഴുവൻ നിങ്ങൾ ലിസ്റ്റ് എഴുതുകയാണെങ്കിൽ നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എത്രയോ ആണ്, 100 കണക്കിന് സൗഭാഗ്യങ്ങളാണ്. നമ്മുടെ നഷ്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് നഷ്ടങ്ങളാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴാണോ കൂടുതൽ സൗഭാഗ്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത്രേ കൂടുതൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആ സൗഭാഗ്യം കൂടിക്കൊണ്ടേയിരിക്കും. ചിലവരുടെ സങ്കടം എങ്ങനെയാണ്, എനിക്ക് ചെറിയൊരു ജോലിയേ ഉള്ളൂ, ഞാൻ ആഗ്രഹിച്ചത് വലിയ ജോലിയാണ്, പക്ഷേ ഞാൻ ചെറിയ ജോലിയില്ല. അത് സങ്കടപ്പെട്ടുകൊണ്ടേ ഇരിക്കുക, അവരുടെ ജോലി പിന്നെയും ഡിമോഷനിലേക്കേ പോകുള്ളൂ. നിങ്ങൾക്ക് വലിയ ജോലി വേണോ? ചെറിയ ജോലി കിട്ടി തന്നതിന് ഈശ്വരന് നന്ദി പറയുക, ആ ജോലിയോട് നന്ദി പറയുക. പതുക്കെ നിങ്ങളുടെ ജോലി അത് വലിയ ജോലിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ട സാഹചര്യങ്ങളും സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ട സാഹചര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. ഇതുപോലെ ചിലവർ പറയുന്നൊരു കാര്യമുണ്ട്, പൈസയെ ആകർഷിക്കും. അതായത് പൈസയുള്ളവർക്കേ പൈസ ഉണ്ടാവുള്ളൂ, പൈസ ഇല്ലാത്തവർക്ക് പൈസ ഉണ്ടാവില്ല. ഒരിക്കലും അങ്ങനെയല്ല. പൈസയെ ആകർഷിക്കുകയല്ല ചെയ്യുന്നത്. പൈസ നമുക്ക് സമ്പാദിച്ചതിന് ശേഷം ആ പൈസ ഭഗവാൻ നമുക്ക് തരുമ്പോൾ അഹങ്കാരം വരാതെ ഭഗവാനോട് നന്ദിയുള്ളവരാകുകയും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ അവരുടെ പൈസ ഡേ ബൈ ഡേ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പൈസയെ ആകർഷിക്കുക മാത്രമാണ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ആളുകളാണ് വലിയ കോടീശ്വരന്മാരായതിനു ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ റോഡുപതികളായി മാറുന്നു, വീട് വിട്ട് ഓടേണ്ടി വരുന്നു, നാട് വിട്ട് ഒളിച്ചോടേണ്ടി വരുന്നു. എന്താ കാരണം? പൈസ ഉള്ള സമയത്ത് അഹങ്കാരമില്ലാതെ വിനയത്തോടു കൂടി ഭൂമിയോളം താഴ്ന്ന് അത്രയും വിനയാന്വിതരാകാനും ഒപ്പം തന്നെ ഈശ്വരന് നന്ദി പറയാനും ഇല്ലാത്തവരെ സഹായിക്കാനും അവരുടെ മനസ്സ് തയ്യാറാകുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സുണ്ടാകുന്നോ, ഒരാൾക്ക് സഹായം കിട്ടുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു താങ്ക്സ്,
അത് നമുക്ക് തരുന്ന ഊർജ്ജം വളരെ വലുതായിരിക്കും. അപ്പോൾ എത്രത്തോളം നമ്മൾ കൂടുതൽ എല്ലാവരും സഹായിക്കുന്നവരാകുന്നു, എത്രത്തോളം ഈശ്വരന് നമ്മൾ നന്ദി പറയുന്നു, ഈശ്വരന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വളർന്ന് നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്താൻ നമ്മളെ സഹായിച്ച ആരൊക്കെയുണ്ടോ എല്ലാവരെയും നമ്മൾ ഓർമ്മിക്കണം. എല്ലാവരുടെയും ലിസ്റ്റ് തന്നെ തയ്യാറാക്കി എല്ലാവരോടും മനസ്സുകൊണ്ട് നന്ദി പറയുക. ആർക്കൊക്കെ നമുക്ക് നന്ദിയോടുകൂടി അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ചെയ്തു കൊടുക്കുക. നേരിട്ട് നന്ദി പറയാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. ഈ നന്ദി പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഓറ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി ഷൈനിങ് ചെയ്യാൻ തുടങ്ങും. എത്ര കൂടുതൽ പവർഫുള്ളായി ഓറ ഷൈൻ ചെയ്യുന്നോ അത്രയും ഈ അന്തരീക്ഷത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കും. ജീവിതത്തിലേക്ക് വിജയത്തിനുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നന്ദി പറയുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് എടുക്കരുത്. നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് സ്വപ്നം പോലും കാണാത്ത അനുഗ്രഹങ്ങൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് ഭഗവാൻ തന്ന സൗഭാഗ്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അനേകനേക സൗഭാഗ്യങ്ങൾ നേടാൻ കഴിവുള്ളവരായി നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ. അതിനായി നന്ദി പറയുക എന്ന ടെക്നിക്ക് നിങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.